ഹലോ ഹലോ. സുഖം തന്നെ. പിന്നെ ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല. വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. നിന്റെ മോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ നീ കാണാറുണ്ടോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നീ കുറച്ച് സമയം കിട്ടുമ്പോഴത്തേക്ക് എടുത്തു നോക്കി നിന്റെ മോൾ എന്നാക്കി കാണിച്ചു വെച്ചേക്കുന്നു. ഓ, കാണാറുണ്ടോ? അപ്പൊ കണ്ടിട്ടുണ്ടോ അപ്പൊ നീ? ഓ, അത് ശരി. അപ്പൊ അപ്പനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുള്ള പരിപാടി ഇത്. ആഹാ. എന്നിട്ടാണ് മോളി പ്രഹസനമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, അത് ശരി. അല്ല, നിനക്കിതൊന്നും കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാനാന്ന്? നിനക്കൊന്നും തോന്നുന്നില്ല അവളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്? കോണ്ടന്റ് ക്രിയേഷനോ? എന്ത് തേങ്ങയത്? എന്ത് തേങ്ങ ആയിക്കോട്ടെ, എന്നാത്തിന് അവൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ഇടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. അല്ലെ തന്നെ അവൾക്ക് 10-30 വയസ്സായില്ല. വല്ല പണിക്കും പോവാൻ നോക്ക്. വേറെ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത് വീഡിയോ ഇടാനും അതും ഇതും ഒക്കെ തോന്നുന്നത്. അല്ല, അവക്കോ ബോധമില്ല. നിങ്ങൾ അപ്പനും അമ്മയല്ലേ, നിങ്ങൾ വേണ്ട അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാ അപ്പനും അമ്മ അവളെ സപ്പോർട്ട് ചെയ്തങ്ങ് വെച്ചോണ്ടിരിക്കുന്നു. എന്നാ മനുഷ്യന്മാരാ നിങ്ങള്? ഞാൻ അവളുടെ വീഡിയോ ഒന്നും കാണാറില്ല. അയ്യേ, നീ എന്താ പറയുന്നത്? ഞാൻ അവളുടെ വീഡിയോ കാണാറൊന്നുമില്ല അങ്ങനെ. ഇതെനിക്കിന്ന് ഒരാൾ അയച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് കണ്ടതാ. അല്ലാതെ ഞാൻ അവളുടെ വീഡിയോ ഒന്നും എടുത്ത് നോക്കാറൊന്നുമില്ല. എനിക്ക് വേറെ പണിയില്ലെന്നാണോ നീ പറയുന്നത്? എനിക്കിന്ന് ഒരാൾ അയച്ചു തന്നപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തിരക്കായോണ്ട് വിളിക്കാനും പറ്റില്ല. ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. അല്ലാതെ ഞാൻ അവളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുവാന്നൊന്നും നീ പറയല്ലേ. എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ മോളെക്കാളും പ്രായം കുറഞ്ഞ 2 പെൺപിള്ളേർ എന്റെ വീട്ടിലുണ്ട്. അവരിങ്ങനത്തെ ഒരു പരിപാടിക്കും പോവാറില്ലല്ലോ. സാധാരണ എല്ലാ കുടുംബത്തിലും മൂത്തയാളെ കണ്ടുപിടി എന്നാ പറയാറ്. ഇതിപ്പോ നേരെ തിരിച്ച് പറയേണ്ട അവസ്ഥയായി. അവർക്ക് ഫേസ്ബുക്ക് എന്നാ, ഇൻസ്റ്റഗ്രാം എന്നാ, യൂട്യൂബ് എന്നാന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലാണ് എന്റെ മക്കള്. ഇനിയിപ്പോ അവർക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ടേ പോലും അവരൊരു ഫോട്ടോ പോലും ഇട്ടിട്ടുണ്ടാവില്ല. എനിക്ക് അത്ര ഉറപ്പാ. ബ്ലോക്കോ? പിന്നെ അവരെന്നെ എന്നാത്തിനാ ബ്ലോക്ക് ചെയ്ത് വെക്കാന്ന്? അല്ല, ഞാൻ നിന്റെ മോളുടെ വീഡിയോ അങ്ങനെ കാണാതിരുന്ന എങ്ങനെ ഇതൊക്കെ ശരിയാവുന്നത്? ഞാൻ കാണാതിരുന്നോണ്ട് മാത്രം പ്രശ്നം തീർന്നു. ഇതിപ്പോ എത്ര നാട്ടുകാരും എത്ര കുടുംബക്കാരും കണ്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആരൊക്കെ എനിക്ക് അയച്ചു തരുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവുക. നാണക്കേടല്ലേ ഇതൊക്കെ? നല്ല കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും പെമ്പിള്ളാരിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ അവിടെ ഇവിടെ ഇട്ടോണ്ട് നടക്കുവോ? എനിക്ക് മനസ്സിലാവാത്ത നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നതെന്നാണ്. എന്താ അപ്പനും അമ്മയാ ഇത്? ഇതിപ്പോ പറഞ്ഞു വന്ന ഞാൻ കുറ്റക്കാരിയായല്ലോ.